നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ CPM ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടിൽ PP ദിവ്യയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റായ പരാമർശമാണ് PP ദിവ്യ കണ്ണൂർ ADMന്റെ യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയതെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ചിലരെ ഒഴിവാക്കിയ സാഹചര്യം പരാമർശിക്കുമ്പോഴായിരുന്നു റിപ്പോർട്ടിൽ ഇത്തരമൊരു ഭാഗം. ADMന്റെ യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റായ പരാമർശത്തെ തുടർന്ന് PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഈ അച്ചടക്ക നടപടിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് ഘടകം പറഞ്ഞിരിക്കുന്നു. തുടക്കത്തിൽ PP ദിവ്യ ADMന്റെ യാത്രയയപ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതിക്കെതിരായ സതുദ്ദേശപരമായ വിമർശനമെന്നായിരുന്നു MP ജയരാജൻ വിശദീകരിച്ചിരുന്നത്. എന്നാൽ ജയരാജൻ മുച്ചൂടും മലക്കം പറയുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇപ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയരുന്നു. PP ദിവ്യയെ സംരക്ഷിക്കേണ്ടിയിരുന്നുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ മറുവശത്ത് സംസ്ഥാന സെക്രട്ടറിയായ FV ഗോവിന്ദൻ പലപ്പോഴും PP ദിവ്യയെ പിന്തുണയ്ക്കുന്ന കാഴ്ച കേരളത്തെ ഭയപ്പെടുത്തിയിരുന്നു. തുടക്കത്തിൽ MP ജയരാജൻ പൂർണ്ണ പിന്തുണ PP ദിവ്യയ്ക്ക് നൽകിയിരുന്നു. എങ്കിലും ഇപ്പോഴിതാ ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യയ്ക്കെതിരായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഇതിനു പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് എന്ന് കേരളത്തിനറിയാം. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ മാസം 6-ാം തീയതി പരിഗണിക്കും. CBI അന്വേഷണം തള്ളിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്തില്ല എന്ന് ഹർജിയിൽ പറയുന്നു. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നതിന് തൊട്ടുപിന്നാലെ താൻ പോരാട്ടം തുടരുമെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടർന്നവർ അപ്പീൽ നൽകാൻ തീരുമാനിക്കുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയുമായിരുന്നു. വസ്തുതകൾ ഒട്ടും പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നതാണ് അപ്പീലിന്റെ പ്രധാന ഭാഗം. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല, വിശ്വാസ്യതയില്ല. 2024 ഒക്ടോബർ 15 രാവിലെയായിരുന്നു നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിനിടെ സ്ഥലത്തെത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ആത്മഹത്യയ്ക്ക് പിന്നിൽ അഴിമതി ആരോപണമാണ് എന്ന പരാതികൾ ഉയർന്നതോടെ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. എന്നാൽ നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമെന്ന തലത്തിലാണ് കേരളം കാര്യങ്ങൾ നോക്കിക്കണ്ടത്. നിരവധി തെളിവുകൾ പുറത്തു വന്നപ്പോൾ നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമാണ് എന്ന് കേരളത്തിന് ശരിക്കും ബോധ്യപ്പെട്ടു. തുടർന്നായിരുന്നു അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. എന്നാൽ കേസ് അട്ടിമറിക്കാനാണ് പുതിയ അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്ന് മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു. സംസ്ഥാന പോലീസ് ഏജൻസിയിൽ നിന്ന് മാറ്റി കേസ് CBI ഏൽപ്പിക്കണമെന്നതായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം. ഈ ആവശ്യത്തോട് ആദ്യം മുഖം തിരിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ. CBI അന്വേഷണം ആവശ്യമില്ല എന്ന് ഗോവിന്ദൻ തുറന്നടിച്ചു. തുടർന്ന് ആഭ്യന്തര വകുപ്പും ഇത്തരമൊരു തീരുമാനത്തിലെത്തി. എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് തൊട്ടുപിന്നാലെ മലയാലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഭാര്യ മഞ്ജുഷയോട് MV ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി ഒപ്പമുണ്ട് എന്നായിരുന്നു. പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയാണ് എന്നതുകൊണ്ട് മാത്രം CBI അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ കണ്ടെത്തൽ. നേരത്തെ CBIയോട് ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണോ എന്ന് സിംഗിൾ ബെഞ്ച് ആരാഞ്ഞിരുന്നു. കേസ് അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് CBI പറഞ്ഞപ്പോൾ ഇത്തരമൊരു കേസ് CBIയെ ഏൽപ്പിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചാണ് കോടതി പരിശോധിക്കുന്നത് എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തോട് കുടുംബം ആവശ്യപ്പെടുന്ന ആശങ്കകൾ കൂടി പരിഹരിക്കുന്ന നിലയിൽ അന്വേഷണം വ്യാപിപ്പിക്കണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്. എന്നാൽ സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളും പരിഗണിച്ചില്ല എന്ന് അപ്പീലിൽ വ്യക്തമായി പറയുന്നു. യാത്രയയപ്പ് യോഗത്തിന് ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടത്? കൊലപാതക സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ നിലവിലെ അന്വേഷണ സംഘം പല കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല. അവർ തെളിവുകൾ മറയ്ക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതികളെ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രതി നിലവിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖയാണ്. ADMന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷവും പാർട്ടിയിൽ പ്രധാന സ്ഥാനങ്ങൾ അവർ വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പക്ഷപാതരഹിതമായ അന്വേഷണം ഈ കേസിൽ തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അപ്പീലിൽ മഞ്ജുഷ പറയുന്നത്.
പോലീസിന്റെ കേസ് ഡയറി പരിശോധിച്ചതിനു ശേഷമായിരുന്നു കേസ് ശരിയായ വിധത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയത്. അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പിഴവുകൾ തെളിയിക്കാനായിട്ടില്ല എന്ന് സിംഗിൾ ബെഞ്ച് ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു. സർക്കാരും പ്രോസിക്യൂഷനുമൊക്കെ പൂർണ്ണമായി മഞ്ജുഷയ്ക്കെതിരെ നിലകൊണ്ട സംഭവം. മറുവശത്ത് സർക്കാർ ഒറ്റക്കെട്ടായി CBI അന്വേഷണത്തിനെതിരെ നിന്നു. അന്വേഷണം അട്ടിമറിച്ചു എന്ന കേരളത്തിൻ്റെ രോദനം വെറുതെയായി. സിംഗിൾ ബെഞ്ച് ഈ കേസിൽ CBI അന്വേഷണം വേണ്ട എന്ന് വിധി എഴുതിയതോടെ പിന്നെയും നിയമപോരാട്ടം എന്ന ഒറ്റ വഴിയിലൂടെ മഞ്ജുഷ സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. സംഗതി കൈവിട്ടു പോകും എന്ന പേടി CPMനെ വല്ലാതെ ബാധിച്ചു തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമാണ് ജില്ലാ സമ്മേളനത്തിൽ MV ജയരാജൻ്റെ കൈകഴുകൽ. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് നിയമസഭയെപ്പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ ചില ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടിയിൽ കടുത്ത അതൃപ്തി നവീൻ ബാബുവിൻ്റെ കുടുംബം രേഖപ്പെടുത്തിയിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. അത് തെറ്റായിരുന്നുവെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു. തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് നടത്തിയിട്ടില്ല എന്നും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നുമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത്. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് SP-യോടും ജില്ലാ കളക്ടറോടും നേരിട്ട് വിളിച്ച് തങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നുവെന്നാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇക്കാര്യം മഞ്ജുഷയും ആവർത്തിക്കുന്നു. SP പറഞ്ഞതനുസരിച്ചാണ് കളക്ടറുമായി ബന്ധപ്പെട്ടത്. ആദ്യം കളക്ടർ ഫോൺ എടുത്തില്ല, പിന്നീട് കളക്ടർക്കൊപ്പമുള്ളയാളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കളക്ടറുമായി ഫോണിൽ സംസാരിച്ചത്. ആരോപണ വിധേയയുടെ ഭർത്താവും പ്രശാന്തനും പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. അത് അറിഞ്ഞുവെന്നും അതുകൊണ്ട് പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്നുമായിരുന്നു നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളുടെ ആവശ്യം. ഇക്കാര്യം താൻ അനുഭാവപൂർണ്ണം പരിഗണിക്കാം എന്ന കളക്ടറുടെ ഉറപ്പ്. എന്നാൽ കളക്ടർ കൂടി കൂട്ടുനിന്ന കേസ് അട്ടിമറിക്കുന്നു. പരിയാരത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു. അപ്പോഴത്തെ പ്രത്യേക മാനസികാവസ്ഥയിൽ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തില്ല. ഇന്നായിരുന്നുവെങ്കിൽ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിരുന്നേനെ എന്നും നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പറയുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് CPM ഇപ്പോഴും ഒരു CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? CPMൻ്റെ പല കള്ളക്കളികളും CBI പൊളിച്ചെടുക്കും എന്ന ഭയം തന്നെയാണ് അതിനൊക്കെ പിന്നിൽ. എന്നാൽ CBI എത്തും എന്ന പേടി അത് CPMനെ വല്ലാതെ ബാധിച്ചു തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമാണ് ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ PP ദിവ്യക്കെതിരായ MV ജയരാജൻ്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.